ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ നിഫ്റ്റീൻ്റെ ചാർട്ട് നോക്കാൻ മാർക്കറ്റ് ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ളൂ. സോ നിഫ്റ്റീൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പ്രീവിയസ് ഡേയിലുള്ളതെന്നൊക്കെ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് ഇന്നത്തെ ലിക്വിഡിറ്റി ഏരിയസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ഇന്നിപ്പോൾ ഒരു പ്രീവിയസ് ഡേ ലോ ഉണ്ട് ഇവിടെ, അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഏറ്റവും അടുത്തുള്ള ലിക്വിഡിറ്റി ഏരിയ അതാണ്, അത് ടാപ്പ് ചെയ്തില്ല, അതിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ടുള്ളൂ. ഓക്കെ, അതിൻ്റെ തൊട്ടടുത്ത് വരെ ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ട്യൂസ്ഡേൻ്റെ ഡേ ലോ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സോ വൺ ഡേ ടൈം ഫ്രെയിമിൽ വേറെ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ 50 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിലും അതൊക്കെ അത്യാവശ്യം നല്ലൊരു 50 മിനിറ്റ് ഐഡിയക്സും കാര്യങ്ങളൊക്കെ ആണ്. ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് ഇവിടെയും ഇവിടെ ഇതൊക്കെ നല്ല നല്ല ലിക്വിഡിറ്റി ഏരിയാസ്. അപ്പോൾ നിലവിലിപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സോ 50 മിനിറ്റിൽ ഇനിയിപ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പ് സൈഡിൽ ഇവിടെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, സോ 50 മിനിറ്റിലും അത്രയൊക്കെ ഉള്ളൂ. ഇനി 5 മിനിറ്റിൽ ഒന്നും ആവാനായിട്ടുണ്ടാവില്ല. ആകെ അപ്പോൾ 2 ക്യാൻഡിൽ ഫോം ആയിട്ടുള്ളൂ. സമയം 9:21 ആയിട്ടുള്ളൂ. അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്, കാരണം ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റിൽ ഏതെങ്കിലും എൻട്രി കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ അപ്പ് സൈഡിലേക്ക് ഡയറക്റ്റ് നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പ് സൈഡിലേക്ക് ഈ ഒരു റേഞ്ച് ഓവർ മേലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തതിൻ്റെ പേരിൽ ഇവിടുന്ന് ഈ ഒരു റേഞ്ചിൽ എവിടുന്നെങ്കിലും എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അതാണ് നിലവിലിപ്പോഴുള്ള പ്ലാൻ എന്ന് പറഞ്ഞത്. ഇനി അങ്ങനെ ഒരു എൻട്രി തന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞത് ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിലും അപ്പ് സൈഡിലേക്ക് നോക്കാം. പക്ഷേ ഈ ഒരു ലെവൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് ഞാൻ അത്രയും നല്ല കൺഫർമേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് പ്രോപ്പർ ഐഡിയക്സോ കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു ലിക്വിഡിറ്റി ഏരിയ മാത്രമാണ്. പോരാത്തതിന് അതൊരു സ്വിംഗ് ലോയും കൂടാണ്. ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഒരു പ്രത്യേകതരം സ്വിംഗ് ലോ ആണ്. സോ അതുകൊണ്ട് അവിടുന്ന് അപ്പ് സൈഡിലേക്ക് അത്രയും നല്ല കൺഫർമേഷൻസ് ആണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് താഴേക്ക് തന്നെ വരാനായിരിക്കും പോസിബിലിറ്റി കൂടുതൽ. സോ പല ടൈപ്സ് ഓഫ് ലിക്വിഡിറ്റീസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടുന്ന് അത്രയും കൺഫർമേഷൻസ് കിട്ടിയാൽ മാത്രമേ അപ്പ് സൈഡിൽ നോക്കുള്ളൂ. അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്ക് തന്നെ ആയിരിക്കും നോക്കുക, അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ. സോ അങ്ങനെ ഡൗൺ സൈഡിലേക്ക് നോക്കണമെങ്കിലും അപ്പ് സൈഡിലായിരിക്കും ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് എൻട്രി കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇന്ന് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഒരു അപ്പ് സൈഡ് ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മേലേക്ക് ഞാൻ വരച്ച് കാണിച്ചാൽ, അതായത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഞാനിങ്ങനെ വരച്ച് വെച്ചതിന് ശേഷം മാർക്കറ്റ് ഇവിടുന്ന് മേലേക്ക് വന്നിട്ട് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്താലായിരിക്കും ഞാൻ താഴേക്ക് എൻട്രി കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറെ നിലവിലിപ്പം പ്ലാൻസോ കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിലും ഫോമായി കഴിഞ്ഞിട്ടില്ല, ഫോമായി കൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി 6 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. മാർക്കറ്റിൽ കുറച്ച് പുതിയ സ്ട്രക്ചേഴ്സൊക്കെ ഫോം ആയിട്ടുണ്ട്, നമുക്കതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. സോ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിരുന്നു രാവിലെ മാർക്ക് ചെയ്ത് വെച്ചത്. അത് ടാപ്പ് അതിന് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ. പക്ഷേ അവിടുന്ന് മേലേക്ക് പ്രോപ്പർ എൻട്രി ഒന്നും തരാത്തതുകൊണ്ട് അവിടുന്ന് ട്രേഡ്സ് ഒന്നും എടുത്തില്ല. 1 മിനിറ്റിൽ കുറേ നോക്കി, പക്ഷേ ആ ഏരിയ ഒന്നും നമുക്ക് ട്രേഡ്സ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ട്രേഡിൽ നോക്കിയാൽ കാണാം ഇന്ന് ഇതുവരെ ട്രേഡ്സും കാര്യങ്ങളൊന്നുമില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. പിന്നെ ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാനാണെങ്കിൽ അപ്പ് സൈഡിലുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്യണം. ബട്ട് അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി ഏരിയ അടുത്തുള്ളത് ഇതാണ് 23,425.35. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് ക്രിയേറ്റ് ചെയ്യണം പുതിയൊരു ലിക്വിഡിറ്റി ഏരിയ, എന്നിട്ട് അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നോക്കുള്ളൂ എന്ന്. സോ ഇനി ഇതിനോണ്ട് വലിയ കാര്യമില്ല, അത് പോട്ടെ. ഇത് അവിടെ തന്നെ നിന്നോട്ടെ 23,070.15, കാരണം അത് ടാപ്പ് ചെയ്തില്ല, അതിന് തൊട്ടടുത്ത് വരെ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു ലെവൽ അവിടെ തന്നെ നിന്നോട്ടെ. പിന്നെ ഇനി പുതിയതായിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ ഇതാണ്. ഇവിടെ ഇല്ല, വേറെ ലെവൽസൊന്നും ഇവിടെയുണ്ട് ഒരു ലെവൽ,
പക്ഷെ അത് ഇതും തൊട്ടടുത്തടുത്തായതുകൊണ്ട് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ക്യാൻഡിൽസിൽ വേറെ എവിടെയും ഫോം ആയില്ല, ഈ ഒരു ലെവൽ മാത്രമേ ഉള്ളൂ. സോ ഇനിയും ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം തൊട്ടടുത്തൊന്നും ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയാസ് ഇല്ല. ഞാൻ എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ടാപ്പ് ചെയ്തതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ടാണ് ട്രേഡ് എടുക്കൽ. പിന്നെ വേറെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഈ നിഫ്റ്റി ഇത് ഗിഫ്റ്റ് നിഫ്റ്റീൻ്റെ സംഭവമാണ്. നമ്മുടെ SGX നിഫ്റ്റി ഉണ്ടായിരുന്നു പണ്ടത്തെ, അത് മാറി വന്ന സംഭവമാണ്. അപ്പോൾ ഇത് നോക്കാറുണ്ടോ ട്രേഡ് എടുക്കുന്ന സമയത്ത് നോക്കാം. ഇത് ഞാൻ നോക്കലൊന്നുമില്ല, ഇത് പണ്ടെപ്പോഴോ എന്തോ ആവശ്യത്തിന് വേണ്ടി ആഡ് ചെയ്തിട്ടതാണ്. മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണോ ഗ്യാപ്പ് അപ്പ് ആണോ എന്തോ നോക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ അത് യൂസ് ചെയ്യലൊന്നുമില്ല, വെറുതെ അവിടെ കിടന്നാണ്. ഞാൻ ആകെ നിഫ്റ്റീൻ്റെ ചാർട്ട് മാത്രമേ നോക്കുള്ളൂ. പിന്നെ ന്യൂസ് നോക്കലുണ്ടോ എന്ന് ചോദിക്കേണ്ട ആൾക്കാർ, ഞാൻ യാതൊരു ന്യൂസ് നോക്കലില്ല. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ടോ ചോദിക്കാറുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല. പിന്നെ OI ഡാറ്റ, ഓപ്പൺ ഇൻട്രസ്റ്റ് NSEൻ്റെ സൈറ്റിൽ പോയിട്ട് അത് നോക്കാറുണ്ടോ എന്ന് ചോദിക്കലുണ്ട്, അതും ഞാൻ നോക്കലില്ല. പിന്നെ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ട് നോക്കിയിട്ട് കൺഫർമേഷൻസ് എടുക്കാറുണ്ടോ ചോദിച്ചിന്, അതും എടുക്കാറില്ല. പിന്നെ നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് നിഫ്റ്റിയിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സ് ഉണ്ട്, റിലയൻസ്, ടാറ്റ, അങ്ങനെ HDFC, അങ്ങനെ കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ വെയിറ്റേജ് ഉള്ള സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കാറുണ്ടോ എന്ന് ചോദിച്ചിന്, അതും നോക്കാറില്ല. പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ട്രേഡിങ്ങിലുണ്ടല്ലോ. പ്രൈസ് ആക്ഷൻ പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ട് W പാറ്റേൺ, M പാറ്റേൺ, ട്രയാങ്കിൾ പാറ്റേൺ, ഫ്ലാഗ് ആൻഡ് പോള്, ഹ്യൂമൻ ഫ്ലാഗ് അല്ല കാലിസ്റ്റനിക്സിലാണ്, സോറി. അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രൈസ് ആക്ഷൻ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഏതെങ്കിലുമൊക്കെ കൺസിഡർ ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അങ്ങനെയുള്ളതൊന്നും ഞാൻ നോക്കാറില്ല. അതൊന്നും മോശമാണ് തെറ്റാണോ ഒന്നുമല്ല. അത് യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് അത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനാകെ നിഫ്റ്റിൻ്റെ ചാർട്ട് മാത്രമേ നോക്കുള്ളൂ. ബാക്കി ന്യൂസോ OIയോ അങ്ങനെയുള്ള യാതൊരു സംഭവം നോക്കില്ല. നിഫ്റ്റിൻ്റെ ചാർട്ട് മാത്രം കൺസിഡർ ചെയ്യും. അതിൽ പ്രോപ്പർ എൻട്രി വരുന്ന ലിക്വിഡിറ്റിയിൽ മാർക്ക് ചെയ്ത് വെക്കും. അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയിട്ട് എൻട്രി എടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ നോക്കുന്നത് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. പ്രീമിയത്തിൻ്റെ ചാർട്ട് ഇവിടെ ആഡ് ചെയ്ത് വെക്കും. അതിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കാറുണ്ട് ചോദിക്കലുണ്ട്. നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ, അതാണ് ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ മറ്റേ ഓപ്ഷൻ്റെ പ്രൈസായിട്ട് ലിങ്കായിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് അതിലല്ല കൂടുതൽ. അതും ഞാൻ നോക്കാറില്ല. അത് ചിലപ്പോൾ അതായിരിക്കും കൂടുതൽ ലിങ്കായി കിടക്കുന്നത്. ചിലപ്പോൾ അതിൽ ചെയ്താൽ ചിലവർക്ക് കൂടുതൽ പ്രോഫിറ്റബിലിറ്റിക്ക് എത്താൻ പറ്റാൻ മതിയോ. പക്ഷേ ഞാൻ ചെയ്തിടത്തോളം എനിക്ക് കൂടുതൽ ബെനിഫിറ്റായി തോന്നിയത് നിഫ്റ്റിൻ്റെ ചാർട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചറിൻ്റെ ചാർട്ട് ഞാൻ നോക്കാറില്ല. ഓക്കെ, സോ ഞാൻ എത്രത്തോളം നമുക്ക് ഈ ട്രേഡിങ് സിമ്പിളാക്കി വെക്കാൻ പറ്റും അത്രത്തോളം സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യാറ്. പണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്, എല്ലാ സംഭവങ്ങളും നോക്കി. പക്ഷേ ഇതൊക്കെ പാടെ നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ട്രേഡ് എടുക്കാൻ എനിക്ക് കഴിയില്ല. കാരണം ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് മേലേക്കായിരിക്കും എൻട്രി തരുന്നത്, പക്ഷേ OI ഡാറ്റ വെച്ച് നോക്കുമ്പോൾ താഴേക്കായിരിക്കും. പക്ഷേ ബാങ്ക് നിഫ്റ്റി വെച്ച് നോക്കുമ്പോൾ മേലേക്കായിരിക്കും. പക്ഷേ റിലയൻസ് നിഫ്റ്റിയിൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സ് വെച്ച് നോക്കുമ്പോൾ താഴേക്കായിരിക്കും. എങ്ങോട്ട് ട്രേഡ് എടുക്കും ഇങ്ങനെയൊക്കെ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ? സോ അതുകൊണ്ട് നിഫ്റ്റിൻ്റെ ചാർട്ട് മാത്രമേ ഇപ്പോൾ നോക്കുള്ളൂ. നിഫ്റ്റിൻ്റെ ചാർട്ടിലുള്ള ലിക്വിഡിറ്റി ഏരിയാസ് മാത്രം നോക്കിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് നല്ല റിസൾട്ടും ഉണ്ട്. സോ പിന്നെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഓരോ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് മേലേക്ക് കയറി വരുന്നുണ്ട്. ലിക്വിഡിറ്റിയിൽ ടാപ്പ് ചെയ്തില്ലെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് എൻട്രിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. നിഫ്റ്റി പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ടാപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ ഒരു സ്വിംഗിലാണ് നമ്മളെ ലിക്വിഡിറ്റി ഏരിയ, നമ്മളെ താരം. സോ അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. കറക്റ്റ് ലെവൽ നോക്കുകയാണെങ്കിൽ 23,272.7 ആണ്. അതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ടാപ്പ് ചെയ്ത് നമുക്ക് സ്ട്രൈക്ക് 23,250 സെലക്ട് ചെയ്യാം. 23,250 കോൾ ഓപ്ഷൻ ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്ത് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് റേറ്റിൽ പെട്ടെന്ന് റെഡിയാക്കാം. 23,250 കോൾ ഓപ്ഷൻ. ഓക്കെ, ബൈ കൊടുക്കാം. 520 ക്വാണ്ടിറ്റി, കവർ ഓർഡർ, സ്റ്റോപ്പ് ലോസ് 6 പോയിൻറ്റ്, മാർക്കറ്റ് ഓർഡർ. ഓക്കെ, അത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് എൻട്രി ഇല്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം.
ഈ ഒരു 30 സെക്കൻഡ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അതിന് താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡ് കൺസിഡർ ചെയ്യാം അപ്സൈഡിലേക്ക്. ഓക്കെ, അതിനിപ്പോൾ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ നമ്മൾ എൻട്രി ഏരിയ ഡിഫൈൻ ആവുള്ളൂ. കാരണം ഈ ക്യാൻഡിൽ എവിടെയാണ് ക്ലോസ് ചെയ്യണം നമുക്ക് അറിയില്ലല്ലോ. എത്ര വരെ താഴേക്ക് പോകുന്ന അറിയണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യണം. ഒരു 8 സെക്കൻഡ് 7 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതിപ്പോൾ ക്ലോസ് ആവും. ക്ലോസ് ആയിട്ട് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇപ്പോഴാണ് എൻട്രി ഏരിയ ഡിഫൈൻ ആയത്. ഇതിൻ്റെ ലോ താഴേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ലോ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. അപ്പ് സൈഡിൽ വേറെ അൺവാണ്ടഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഏരിയസ് ഒന്നും ടാപ്പ് ചെയ്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ടാപ്പ് ചെയ്തില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ടാപ്പ് ചെയ്യാൻ വീണ്ടും ടാപ്പ് ചെയ്തില്ല. ടാപ്പ് ചെയ്തു. ലോ ഏരിയ എത്ര? ഇതിൻ്റെ ലോ 60.4 60.45 ടാപ്പ് ചെയ്തില്ല, അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുള്ളൂ. നമുക്ക് ടൂൾ വെച്ച് നോക്കാം. അതാകുമ്പം അവിടെ ടാപ്പ് ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. സ്റ്റിൽ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് കളിക്കുകയാണ്. ടാപ്പ് ചെയ്തു. ഓക്കെ, എൻട്രി എടുക്കാം. ബൈ കൊടുക്കാം. എത്ര ഓർഡർ ആവുന്നത്? ഓക്കെ, നമുക്ക് എൻട്രി ഇട്ടത് 170.1 അത് ഇതിൽ പോയി മാർക്ക് ചെയ്ത് വെക്കാം. 170.1 170.71 അല്ല 170.1. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി ഇട്ടത്. 6 പോയിൻറ്റ് SL 30 പോയിൻറ്റ്സ് ടാർഗറ്റ്. 30 പോയിൻറ്റ്സ് അല്ല, നിഫ്റ്റിയിൽ ഡേ ഹൈ ആണ് ടാർഗറ്റ്. 6 പോയിൻറ്റ് വരുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഇനി 1:5 ആണെങ്കിൽ 30 പോയിൻറ്റ്സ് കിട്ടിയാൽ മതി. പക്ഷേ അത് നോക്കിയിട്ടല്ല എക്സിറ്റ് ചെയ്യുന്നത്. 30 പോയിൻറ്റ്സ് വരുമ്പോൾ ഏകദേശം വിടാം. പ്രീമിയത്തിൽ ഡേ ഹൈ എത്തുകയാണെന്നുണ്ടെങ്കിൽ 30 പോയിൻറ്റ്സിലും കൂടുതൽ കിട്ടാൽ മതി. എത്തുമെന്നുള്ള അറിയില്ല. ഇതിൽ നമ്മുടെ നിഫ്റ്റീൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഡേ ഹൈയിലേക്ക് ഓൾമോസ്റ്റ് 67 പോയിൻറ്റ്സ് ഉണ്ട്. സോ 30 പോയിൻ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇനിയിപ്പോൾ ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ടാർഗറ്റ് അടിക്കുക, SL അടിക്കുക എന്നുള്ളത്. പ്രീമിയത്തിൻ്റെ മൊമെൻ്റൊക്കെ കണ്ടിട്ട് നല്ല രീതിക്ക് മേലേക്ക് പോകുന്നതാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പ്രീമിയം പിടിച്ച് നിൽക്കുന്നുണ്ട്. ഡൈവർജൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മേലേക്ക് ഹെവി ബുള്ളിഷായി പോയിട്ട് ഡേ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ട്രേഡ് എടുത്തത്. ഇനി ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ബാക്കി അങ്ങോട്ട് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ഓക്കെ, ആ ട്രേഡ് നൈസായിട്ടൊരു SL അടിച്ചിട്ടുണ്ട്. നമ്മുടെ അന്നത്തെ ഫസ്റ്റ് ട്രേഡാണ്. ഫ്ലാറ്റ് ട്രേഡ് വയ്ക്കുക. 3700 ഒക്കെ പോയിട്ടുണ്ടല്ലോ. ലോസൊക്കെ കുറച്ച് കൂടുതലാണ്. അവർ നല്ലൊരു സ്പൈക്ക് വന്നപ്പം പ്രീമിയം കുറച്ച് ഇറങ്ങി കൊടുത്തെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ എക്സിറ്റ് ആയത് 163 പറയുമ്പോൾ 7 പോയിൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. 162.75 163 റേഞ്ചിലൊക്കെയാണ്. 163 വരുമ്പോൾ ഇവിടുന്ന് 163 വരെ പോയിക്കണം മാർക്കറ്റ്. ജസ്റ്റ് ആ ഒരു സ്വീപ്പ് ചെയ്ത ടിപ്പിലാണ് അടിച്ചത്. വല്ലാത്തൊരു വരവാണ് മാർക്കറ്റ് വരുന്നത്. 62.9 63 വരുമ്പോൾ ഏകദേശം ഇവിടെ 7 പോയിൻറ്റ്സോളം പോയിട്ടുണ്ട്. അതാ പെട്ടെന്നൊരു സ്പൈക്ക് വന്നുകൊണ്ട് തന്നെ നമ്മൾ ട്രിഗർ വെച്ചാലും കുറച്ച് 1 പോയിൻറ്റ് താഴേക്കാണ് SL അടിച്ചത്. അതുകൊണ്ട് കുറച്ച് കൂടുതലാണ് ലോസ് വന്നത്. സാധാരണ 3700 ഒന്നും വരില്ല, 3500 ആ റേഞ്ചിലൊക്കെയാണ് തോന്നുന്നത്. കറക്റ്റ് എത്ര എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഏതായാലും ഇന്നത്തെ ഫസ്റ്റ് ട്രേഡ് SL അടിച്ചു. ഇനിയിപ്പോൾ അപ്സൈഡിലേക്ക് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നോക്കാം എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്സൈഡിലേക്ക് ഈ സെയിം ലിക്വിഡിറ്റി ഏരിയ തന്നെ ഒരു എൻട്രി മെത്തേഡും കൂടെ ഉണ്ട്. ഇതിപ്പോൾ ഒരു ക്യാൻഡിൽ ടാപ്പ് എന്ന് പറഞ്ഞൊരു എൻട്രി മെത്തേഡാണ് ഇപ്പോൾ ട്രേഡ് എടുത്തത്. ഇനി അതല്ലാതെ ഒരു അഗ്രസീവ് എന്ന് പറഞ്ഞ 5 മിനിറ്റ് അഗ്രസീവ് എന്ന് പറഞ്ഞൊരു എൻട്രി സെറ്റപ്പ് കൂടെ ഉണ്ട്. സോ അത് പ്രകാരം ഒരു എൻട്രി വരികയാണെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ വേറെ കൺഫർമേഷൻസ് ഒന്നും നോക്കാതെ
ഹയർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഓൾറെഡി ടാപ്പ് ചെയ്ത ഈ ഒരു കൺഫർമേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡും കൂടെ അപ്സൈഡിലേക്ക് കൺസിഡർ ചെയ്യാം. ലോവർ ടൈം ഫ്രെയിം 1 മിനിറ്റിൽ വേറൊരു സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഇവിടുന്ന് കിട്ടുകയാണെങ്കിൽ ആ രീതിയിൽ അപ്സൈഡിലേക്ക് ഒരു ട്രേഡും കൂടെ ഈ സെയിം ലിക്വിഡ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം. അതല്ല അങ്ങനെ ഒരു ട്രേഡ് കിട്ടാതെ മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് അടുത്ത ലിക്വിഡ് ചെയ്ത് നോക്കാം. ഏതായാലും അതിന് സ്ട്രൈക്കൊന്നും മാറ്റേണ്ട. ഈ സെയിം സ്ട്രൈക്ക് എന്നത് 23,250 ഏകദേശം ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കും എൻട്രി വരികയാണെങ്കിൽ ഉണ്ടാവുക. അപ്പോൾ ഈ സെയിം ഇതിൽ തന്നെ നമുക്കൊരു ട്രേഡ് നോക്കാം. വരുമെന്നുള്ള ഉറപ്പില്ല. സെയിം ലിക്വിഡിറ്റി ഏരിയ 2 എൻട്രി എന്നൊക്കെ പറയുമ്പം ഓക്കെ, എൻ്റെ സെറ്റ് പ്രകാരമുള്ള പ്രോപ്പർ എൻട്രീസ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അതിപ്പോൾ SL ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ടാർഗറ്റ് ആണെങ്കിലും പ്രശ്നമില്ല. ഇതിൻ്റെ മുന്നേ ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം എടുത്തപ്പോൾ ഭയങ്കര വിവാദമായിരുന്നു. ഒരു ട്രേഡ് എടുത്ത് അത് SL അടിച്ച് ഉടനെ എൻ്റെ അടുത്ത എൻട്രി സെറ്റപ്പ് വന്നത് ഞാൻ അപ്പം തന്നെ പെട്ടെന്ന് അടുത്തൊരു എൻട്രി എടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെ എൻട്രി എടുക്കാൻ പറ്റും. ഒരു SL അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പ്രോപ്പർ എൻട്രി വരുന്ന സമയത്ത് കറക്റ്റ് എടുക്കുക. അത് പെട്ടെന്ന് വരികയാണെങ്കിൽ പെട്ടെന്ന് എടുക്കുക, മെല്ലെ വരികയാണെങ്കിൽ മെല്ലെ എടുക്കുക. നമ്മളെ ഇമോഷൻസിനെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെ നല്ല നല്ല എൻട്രി സെറ്റപ്സ് വരുന്നു അതൊക്കെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി എൻട്രി വരാത്ത സമയത്താണെങ്കിൽ എൻട്രി എടുക്കാതിരിക്കുക. എപ്പോഴാണ് എൻട്രി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പോൾ എൻട്രി വരുമോ, നാളെ എൻട്രി വരുമോ, ഇന്ന് എത്ര എൻട്രി വരും, നാളെ എത്ര എൻട്രി വരും എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് 2-3 പ്രോപ്പർ എൻട്രി വരുന്നുണ്ടെങ്കിൽ ആ 2-3 എണ്ണം എടുക്കുക. അല്ല ഇന്നൊന്നും എടുത്തിട്ട് ബാക്കി 2-3 പ്രോപ്പർ എൻട്രി എടുക്കാതിരിക്കരുത്. അതേപോലെ നാളെ പ്രോപ്പർ എൻട്രി ഒന്നും വരുന്നില്ലെങ്കിൽ എന്തായാലും വേണ്ടില്ല, ഒരു ട്രേഡ് എടുക്കാൻ നിൽക്കരുത്. നാളെ പ്രോപ്പർ എൻട്രി ഒന്നും വന്നില്ലെങ്കിൽ നാളെ എടുക്കരുത്. ഓക്കെ, സോ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. 1 മിനിറ്റിൽ ഞാൻ എന്തായാലും സ്ട്രക്ചറൊക്കെ ഫോം ചെയ്യണ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് താഴെത്തുമ്പോൾ നോക്കാം. ഓക്കെ, 1 മിനിറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്ത സെക്കൻഡ് ട്രേഡ് കിട്ടിയില്ല. ഇപ്പോൾ പുതിയൊരു ലിക്വിഡ് ചെയ്യാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒരു ട്രേഡ് നമുക്ക് നോക്കാം. ടാപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. 15 മിനിറ്റ് ലെവൽ കുറച്ചും കൂടെ താഴെയാണുള്ളത്. ഈ ഒരു ലെവലിൽ 23,162.5, ഇതിപ്പോൾ 23,210.65. അത് ഒരു 5 മിനിറ്റ് ലെവലാണ്. കുഴപ്പമില്ല, 5 മിനിറ്റ് ലെവലിൽ നിന്ന് നല്ല വൃത്തിക്ക് ഒരു സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് മേലേക്കൊന്ന് എടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് ഡയറക്റ്റ് എൻട്രി ഞാൻ എടുക്കുന്നില്ല. വെയിറ്റ് ചെയ്തിട്ട് മറ്റേ വേറൊരു എൻട്രി പറഞ്ഞിരുന്നല്ലോ, അഗ്രസീവ് എൻട്രി, 5 മിനിറ്റ് അഗ്രസീവ് എൻട്രി. ആ ഒരു മെത്തേഡിലാണ് ഈ ഒരു ലെവലിൽ നിന്ന് ഞാൻ എൻട്രി ട്രൈ ചെയ്യാൻ പോകുന്നത്. സ്ട്രൈക്ക് ATM ആയിട്ടുള്ളത് 23,240. മാറിപ്പോയി. 23,200 കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ പ്രൈസ് 169. കുഴപ്പമില്ല. ATM. സോ ബാക്കി കാര്യം ഓർഡർ വിൻഡോ ഒക്കെ റെഡി ആക്കാം. 23,200 കോൾ ഓപ്ഷൻ ആഡ് ചെയ്യാം. എൻട്രി വന്നിട്ടൊന്നുമില്ല, കുറച്ച് നേരത്തെ റെഡിയാക്കി വെക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുന്നേ നമ്മൾ പെട്ടെന്നാണ് ഒക്കെ പാടെ റെഡിയാക്കിയത്. സോ ആ ഒരു ജഗപോകനില്ലാതൊക്കെ കുറച്ച് നേരത്തെ റെഡി ആക്കുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ഫുള്ള് സെറ്റാണ്. ഇനി ജസ്റ്റ് ട്രേഡ് വന്നാൽ എടുക്കാനേ ഉള്ളൂ. ട്രേഡ് ആയില്ല, എന്തായാലും കുറച്ച് ടൈം എടുക്കും. 1 മിനിറ്റിൽ ഇതൊക്കെ ഫോം ആയി വരണം. സോ വെയിറ്റ് ചെയ്ത് നോക്കാം. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, 1 മിനിറ്റിലുള്ള നമ്മൾ എൻട്രി ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ. അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഈ ഒരു റെഡ് കാൻഡലിൻ്റെ അണ്ടറിലായിട്ടാണ് വരിക. 23,205.7 നമ്മളെ ട്രേഡ് വരിക, നമ്മളെ എൻട്രി ഏരിയ എന്ന് പറയുന്നത്. ഇനി ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് തൊട്ടടുത്ത അവിടേക്ക് വരുന്നില്ല. ടാർഗറ്റ് പറഞ്ഞാൽ നമ്മളെ തൊട്ടടുത്ത ലിക്വിഡ് ചേരാണ്. ഈ ബ്ലൂ ലൈനിൽ മാർക്ക് വെച്ചാണ്. കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവാം. 23,248.05 ടാർഗറ്റ് ഉള്ളത്. തൊട്ടടുത്ത് ലിക്വിഡ് ചേരുന്നതാണ്. കാരണം അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. അതായത് താഴത്തേക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലൊരു ലെവലാണ് ആ 23,248.05 എന്ന് പറയുന്നത്. ഒരു IDX ലെവലാണ്. സോ അതുകൊണ്ട് തന്നെ അത് ടാർഗറ്റായിട്ട് വെക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, സോ സാധാരണ ഞാൻ ചില വീഡിയോയിൽ പറയലുണ്ട്, 2 ടാർഗറ്റ് വെക്കുന്നുണ്ട്, ഇവിടുത്തെ മൊമെൻറ്റം നോക്കിയിട്ട് അവിടെ എക്സിറ്റ്, ആ രീതിയിലൊക്കെ. പക്ഷേ ഇതിലങ്ങനെയൊന്നുമില്ല. ഇതിൽ ഫിക്സഡ് ടാർഗറ്റാണ്. അവിടെ എത്തുമ്പോൾ എന്തായാലും ഇറങ്ങിയിരിക്കും. ഒന്നെങ്കിൽ 6 എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 6 പോയിൻ്റ് SL, അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ്, അതിലേതെങ്കിലും ഒന്ന് കൺഫേം ആയിരിക്കും. ഓക്കെ, സോ വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ചെറിയ രീതിക്ക് ബെയറിഷായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെൻഡ് നോക്കി ഇതാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡിലേക്കുള്ള മാർക്കറ്റ് മേലേക്ക് കയറിയിട്ട് മേലുള്ള ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ താഴേക്കാണ് എൻട്രി നോക്കേണ്ടത്. പക്ഷേ ഞാൻ ലിക്വിഡിറ്റി മാത്രം നോക്കിയിട്ട് മേലേക്ക് ചെറിയൊരു സ്കാൽപ്പിംഗ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ പോയിൻറ്റ്സ് ഇതിൽ ക്യാച്ച് ചെയ്യാൻ. ചെറിയ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഉണ്ടാവും.
അപ്പോൾ ആ ഒരു ചെറിയ പോയിൻറ്റ്സേ ക്യാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു പുൾ ബാക്കിൽ ട്രേഡ് എടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എടുക്കുന്നത്. അതല്ല ട്രെൻഡിനനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കാണ് ഇപ്പോൾ ശരിക്കും എടുക്കേണ്ടത്. മാർക്കറ്റ് മേലുള്ള ലിക്വിഡിറ്റി ഞാനിപ്പോൾ ഇവിടെ മാർക്ക് വെച്ച് 23 to 48.05 ടാപ്പ് ചെയ്യുന്ന സമയത്ത് താഴേക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് പകരം താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയ ഇപ്പോൾ നിലവിൽ ടാപ്പ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെറിയൊരു ട്രേഡ്. ഓക്കെ, ഏതായാലും നമുക്ക് നോക്കി നോക്കാം. മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്യട്ടെ. പെട്ടെന്ന് ടാപ്പ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടുണ്ട്. രണ്ട് നല്ല റെഡ് ക്യാൻഡിലൊക്കെ വന്നപ്പോൾ ഇപ്പോൾ വന്ന് ടാപ്പ് ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ട്. ടാപ്പ് ചെയ്തില്ല, അവിടെ തന്നെ അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ പുതിയൊരു ലെവൽ ഉണ്ടാക്കിയാൽ അതും വേറെ 8ൻ്റെ പണിയാവും. 2 ലെവൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 2 ട്രേഡ് എടുക്കേണ്ടി വരും. 2 SL അടിക്കുകയാണെങ്കിൽ 6 പോയിൻറ്റ് 2 പോയിൻറ്റ് പോകും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല വിചാരിക്കാം. മാർക്കറ്റ് അടങ്ങി ഒതുങ്ങി വരികയാണെങ്കിൽ നമുക്ക് സൂട്ടബിളായ രീതിയിൽ വരും. എന്തായാലും മീറ്റ് നോക്കാം. ഇനി ഓവർ പറഞ്ഞ് ലാഗ് അടുപ്പിക്കില്ല. എൻട്രി വരുന്ന സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ എൻട്രി ഏരിയൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് മാർക്കറ്റ്. അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എടുക്കും. ഇപ്പോഴും എന്ത് വേണമെങ്കിലും ടാപ്പ് ചെയ്തില്ല. എപ്പോഴും എന്ത് വേണമെങ്കിൽ സംഭവിക്കുക. അതായത് ഒന്നെങ്കിൽ അത് ടാപ്പ് ചെയ്തിട്ട് SL അടിക്കാം, അല്ലെങ്കിൽ ടാപ്പ് ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാം, എന്നിട്ട് ബാക്കി കഥ പറയാം. ഓക്കെ, ട്രേഡ് എടുത്തിട്ടുണ്ട്. ട്രേഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 162.37 നമുക്ക് എൻട്രി കിട്ടിയത്. 162.37 162.35 വെക്കാം. 162.4 ആ റേഞ്ചിൽ നമുക്ക് എൻട്രി കിട്ടിയത്. സോ അത് നമ്മൾ ടാർഗറ്റ് SL ഒക്കെ ഫിക്സ് ആണ്. SL പ്രീമിയത്തിലാണ് 6 പോയിൻറ്റ്. ടാർഗറ്റ് നിഫ്റ്റിയിലാണ് ലിക്വിഡിറ്റി ഏരിയ 23 to 48.05. ഇനിയും വെയിറ്റ് ചെയ്യാം, അതിലേതെങ്കിലും ഒന്ന് അടിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് നേരത്തെ പറയാൻ വന്ന കാര്യം, നമ്മൾ എൻട്രീൻ്റെ തൊട്ടടുത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പ് എൻട്രി കിട്ടും. നോർമലി ഏതൊരാളുടെ മൈൻഡിലുണ്ടാവുക അപ്പ് എൻട്രി കിട്ടും, ടാർഗറ്റ് അടിക്കും, എൻട്രി കിട്ടും, ടാർഗറ്റ് അടിക്കും, പ്രോഫിറ്റ് ആ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ നിന്ന് പലതും സംഭവിക്കാം. ഒന്ന് വെച്ചാൽ അവിടെ എൻട്രി കിട്ടാം, എന്നിട്ട് ട്രേഡ് 1:1 ആയില്ല. 1:1 അടുത്ത് ഓക്കെ 1:1 ആയിട്ടുണ്ട്. ചെറുതായിട്ട് താഴേക്ക് മേലെ കളിക്കുന്നുണ്ട്. അവിടെ കിടക്കട്ടെ, നോക്കാം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ട്രേഡ് നല്ലൊരു മൊമെൻ്റ് വരുന്നുണ്ടല്ലോ. ഇങ്ങനെ തന്നെയൊക്കെ പോയി അടിക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടോ കാണാൻ. എന്താട്ടെ, അപ്പോൾ അങ്ങനെ എൻട്രി വരാനായി നിൽക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ട്രേഡ് വന്നിട്ട് SL അടിക്കാം, ഒരു ചാൻസ്. അല്ലെങ്കിൽ ട്രേഡ് വന്നിട്ട് ടാർഗറ്റ് അടിക്കാം, 2 ചാൻസ്. അതും അല്ലെങ്കിൽ എൻട്രി വരാതിരിക്കാം, 3 ചാൻസ് ഉണ്ട്. എൻട്രി ഇപ്പോൾ കിട്ടും ഇങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് എത്തും വിചാരിച്ച് ചിലപ്പോൾ എൻട്രി മിസ്സായി പോകും. അപ്പോൾ ആ എല്ലാ കേസും മാർക്കറ്റിൽ നടക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു സാധനം നമ്മളെ മൈൻഡിൽ ആദ്യമേ വേണം. അങ്ങനെ ആദ്യം സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് എന്നുള്ള ഒരു ചിന്ത മാത്രം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എൻട്രി കിട്ടാതായാലും നമുക്ക് ടെൻഷനാവും. എൻട്രി എടുത്തിട്ട് SL അടിച്ചാൽ നമുക്ക് ടെൻഷനാവും. എൻട്രി എടുത്ത് ടാർഗറ്റിൻ്റെ അടുത്ത് പോയി തിരിച്ചു വന്നാൽ ടെൻഷനാവും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, ഏതായാലും ഇത് ഞാൻ ബാക്കി അങ്ങോട്ടുള്ള ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം. ടാർഗറ്റ് ആണോ SL ആണോ ഉള്ളത് ഇത് കണ്ടിട്ട് ടാർഗറ്റ് അടിക്കുക, പെട്ടെന്ന് പറന്ന് പോയി അടിക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ കാണുന്നുണ്ട്. നമ്മളെ 1:1 കൂടുതലൊക്കെ നമ്മൾ ഒരു ട്രേഡിലുണ്ടായതിന് ലോസൊക്കെ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ താഴേക്ക് പോവുകയാണെങ്കിൽ ആ ലോസൊക്കെ പോവും, അതേമാതിരി നല്ല ആ പ്രോഫിറ്റൊക്കെ പോവും. പിന്നെ വീണ്ടും താഴെ പോയി SL അടിക്കുകയാണെങ്കിൽ 2 SL ആവും. ഓക്കെ, അപ്പോൾ ലെറ്റസ് വെയിറ്റ് ആൻഡ് വാച്ച്. മാർക്കറ്റ് നന്നായി കയറി വരുന്നുണ്ട്, നല്ല ഹൈ മൊമെൻ്റ് വരുന്നുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓർഡറൊക്കെ റെഡി ആക്കി വെക്കാം. അവിടെ എപ്പോഴാണ് എപ്പോഴാണ് ടാർഗറ്റ് അടിക്കുകയെന്ന് പറയാൻ പറ്റില്ലല്ലോ.
അതിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഈ വീക്കിലെ ഫസ്റ്റ്, ഈ വീക്കിലല്ല ഈ മന്തിലെ തന്നെ ഫസ്റ്റ് പ്രോഫിറ്റ് ആയിരിക്കും ഇത്. ഈ മന്തിൽ ഇതുവരെ ഞാൻ 500 രൂപ ക്വാണ്ടിറ്റിയിലേക്ക് മാറിയതിന് ശേഷം ഇതുവരെ ഇതടിച്ചില്ല, ടാർഗറ്റ് അടിച്ചില്ല. തൊട്ടടുത്തെത്തിയിട്ടേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം. അടിച്ചു. ഇനി എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ആ ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ട്. പ്രൈസും കാര്യങ്ങളൊക്കെ കാണാം. പൊസിഷനിൽ പോയി വെക്കുകയാണെങ്കിൽ 13,300 ആണ് നമുക്ക് ആ ട്രേഡിൽ കിട്ടിയത്. ഓവറോൾ ഒരു 9,900, ഓൾമോസ്റ്റ് 10,000 അടുത്ത് എത്തിയിട്ടുണ്ട്. ടാർഗറ്റ് അടിച്ച പ്രൈസ് നോക്കുകയാണെങ്കിൽ 188.65 ആണ്. 188.65, 188. ഓക്കെ, ഏകദേശം ഇവിടെ ആയിട്ട് വരും ടാർഗറ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയ പോയിൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 26 പോയിൻറ്റ്സ്, 1:4.5, 1:5 കുറച്ച് തൊട്ട് താഴെ അത്രേ ഉള്ളൂ. എന്തായാലും നല്ല വൃത്തിക്കുള്ള നല്ല കിടിലൻ ട്രേഡ് തന്നെയാണ്, ഒരു കുഴപ്പങ്ങളും ഇല്ല. ഓക്കെ, ഈ ഒരു ട്രേഡിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ഇതിപ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കുന്ന പോലെയൊക്കെ, അതായത് ഇവിടുന്ന് ഇങ്ങനെ മാർക്കറ്റ് പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങി പിന്നെ അങ്ങനെ കയറി ടാർഗറ്റ് അടിച്ച് എക്സിറ്റ് ചെയ്ത് നോർമൽ ഒരു ട്രേഡ് എൻട്രി എക്സിറ്റ്, ഒരു ടിപ്പിൽ നിന്ന് എൻട്രി എടുത്ത് ഒരു ടിപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് അത്ര ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നടന്നൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടെ. അതായത് ഈ ഒരു ട്രേഡ് ഇവിടെ വരെ പോയിട്ട് തിരിച്ച് ഇവിടെ വരെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി 1:1 ഒക്കെ ആയി നമ്മൾ ട്രേഡ് ഫസ്റ്റത്തെ ലോസ് കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് ബ്രേക്ക് ഈവനിലേക്ക് എത്തി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ എത്തി നിന്ന് ഇവിടേക്കൊക്കെ എത്തിയ സമയത്ത് അവിടുന്ന് പെട്ടെന്ന് താഴേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ താഴേക്ക് തന്നെ തിരിച്ചു വന്ന് ഈ ഒരു റേഞ്ചിലേക്ക് എത്തുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ എന്തെല്ലാം തരത്തിലുള്ള ഇമോഷൻസ് വന്നു പോകുന്നുണ്ട് അറിയോ. ഒരു ഇമോഷൻ എന്ന് പറഞ്ഞത്, ഈ മന്ത് എനിക്ക് ഇതുവരെ പ്രോഫിറ്റ്സ് കിട്ടിയില്ല, കഴിഞ്ഞ വീക്ക് എനിക്ക് കംപ്ലീറ്റ് ലോസാണ്. ഇനി ഈ വീക്ക് മൺഡേ ട്രേഡ് ഇല്ലേനി, ട്യൂസ്ഡേ ലോസ് അടിച്ചു, വെനസ്ഡേ അതായത് ഇന്നലെ ട്രേഡ് ഇല്ലേനി. സോ ആകെ ഒരു ദിവസം മാത്രമേ ഈ വീക്കിൽ ട്രേഡ് ഉണ്ടായുള്ളൂ, ആ ദിവസം ലോസുമാണ് ഇനി. പിന്നെ ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ ഇന്നൊരു ട്രേഡ് എടുത്ത് രാവിലെ അത് SL അടിച്ച്, അടുത്തൊരു ട്രേഡാണിത്. അപ്പോൾ ഈ മന്ത് ഇതുവരെ പ്രോഫിറ്റ് ഒന്നും വന്നതിൽ എടുക്കുന്നത് ഒക്കെ ലോസ് അടിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ മൈൻഡിൽ വേറൊരു സാധനമുണ്ട്, ഈ മേലത്തെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എൻ്റെ വ്യൂ ഏകദേശം താഴേക്ക് അയക്കണം, അതായത് ഈ ഓരോ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് എൻട്രി നോക്കാമെന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സോ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് വേണമെങ്കിൽ താഴേക്ക് നോക്കാം. പക്ഷേ ഞാൻ അപ്പോൾ തൽക്കാലം നോക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാക്സിമം ട്രേഡ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇന്നെന്തായാലും അടുത്തൊരു ട്രേഡ് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, നല്ലൊരു ടാർഗറ്റ് അടിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു ദ പോയിൻറ്റ്. ഈ ഒരു ട്രേഡ് റണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരുപാട് ഇമോഷൻസ് എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടേക്ക് എത്തുന്ന സമയത്ത് വീണ്ടും താഴേക്ക് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്, താഴെ പോയി SL അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് ട്രയൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ടൊക്കെ അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങ് എക്സിറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഇത് ആ രീതിയിലുള്ള ഇമോഷൻ എൻ്റെ ഉള്ളിൽ വല്ലാതെ വന്നിട്ടുണ്ട് ഈ സമയത്ത്. പക്ഷെ അങ്ങനെ ആ തരത്തിലുള്ള ഇമോഷൻസ് എത്രമാത്രം ഉള്ളിൽ വന്നിട്ടും ഞാനിവിടുന്ന് എക്സിറ്റ് ചെയ്തില്ല. ഞാനിവിടുന്ന് വെയിറ്റ് ചെയ്തിരുന്നു, സാധനം മേലേക്ക് പോയി ടാർഗറ്റ് അടിക്കുകയും ചെയ്ത്. ഇനിയിപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ഈ സാധനം എന്ന് SL അടിക്കുകയും ചെയ്യാം, അതിനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ SL അടിക്കുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും, അതല്ല ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഇമോഷൻ ഇല്ലാതെ ട്രേഡ് ചെയ്യണത്, ഇമോഷൻ ഇല്ലാതെ എങ്ങനെ പിടിച്ചിരിക്കുന്നതൊക്കെ. ഇമോഷൻ ഇല്ലായൊന്നുമില്ല, എൻ്റെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ട്. ഇത് ഈ രീതിയിലൊന്നും ഏതെങ്കിലും ട്രേഡേഴ്സ് പറഞ്ഞു തരുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരുടെ ഉള്ളിലും ഇമോഷൻസ് ഉണ്ടാവും. എൻ്റെ ഉള്ളിൽ ഇവിടുന്ന് അത്ര ഈ ഒരു പോയിൻ്റ് നിന്ന് ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് കയറിപ്പോയി, ഇവിടുന്ന് തന്നെ മേലേക്ക് തന്നെയാണല്ലോ കയറിപ്പോയി, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു പോയിൻ്റ് എത്തുന്ന സമയത്ത്, ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഞാൻ ഇമോഷണലായിക്കണ്. പക്ഷേ ആ ഇമോഷൻസിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ട്രേഡിങ് ഡിസിഷൻസിലൊന്നും മാറ്റം വരുത്തിയില്ല. ഇവിടെ തന്നെയാണ് പ്രോപ്പർ ടാർഗറ്റ് വെച്ചത്, അത് അതേമാതിരി തന്നെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തത്. അതെങ്ങനെയാണ് എനിക്ക് സാധിക്കുന്നത്? ഇത്രമാത്രം ഇമോഷൻസ് വന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഇവിടേക്ക് മാറ്റാതെ ഇവിടെ തന്നെ ആ ഒരു പ്രോപ്പർ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നു? അതെങ്ങനെ? അതാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇതിന് മുമ്പും മാർക്കറ്റിൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒരുപാട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിലൊക്കെ ഞാൻ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്തിരുന്നിട്ടുണ്ട്. അങ്ങനെ ഹോൾഡ് ചെയ്തിരുന്ന സമയത്ത്
അത് വന്ന് SL അടിച്ചിട്ട് പോയതുണ്ട്. അതേമാതിരി ഹോൾഡ് ചെയ്ത സമയത്ത് ഇവിടെ വന്നിട്ട് ടാർഗറ്റിലേക്ക് പോയതുണ്ട്. അതേപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ട്രയൽ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചതുണ്ട്. അതിൻ്റെ സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് പോയ സമയങ്ങളുണ്ട്, എൻ്റെ സിസ്റ്റത്തിന് ഒപ്പരം നിന്ന സമയങ്ങളുണ്ട്. പല രീതിയിൽ നിന്ന് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ, എൻ്റെ സെറ്റപ്പിൽ, എൻ്റെ ട്രേഡ് പ്ലാനിന് സ്റ്റിക്ക് ഓൺ ചെയ്ത സമയത്താണ്. എൻ്റെ ഇമോഷൻസിൻ്റെ പുറത്ത് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്ത സമയത്തല്ല എനിക്ക് റിസൾട്ട് കിട്ടിയത്. എൻ്റെ ട്രേഡ് പ്ലാനിൻ്റെ മേലെ സ്റ്റിക്ക് ഓൺ ചെയ്ത സമയത്താണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. ആ ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എത്ര ഇമോഷൻ വന്നാലും ശരി, ആ ഇമോഷൻ്റെ പേരിൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓവറോൾ ഇന്ന് ചിലപ്പോൾ ലോസ് അടിച്ചെന്ന് വരും. ഇന്ന് ചിലപ്പോൾ ഞാൻ ഈ ഒരു പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നാൽ ചിലപ്പോൾ താഴെ പോയി SL അടിച്ചെന്ന് വരും. പക്ഷേ ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം. കാരണം അങ്ങനെ ചെയ്താലേ ഓവറോൾ എനിക്ക് പ്രോഫിറ്റിലെത്താൻ കഴിയുള്ളൂ. ഇന്ന് ഒരു ദിവസത്തെ പ്രോഫിറ്റ് അടിച്ചു അതൊക്കെ, ബട്ട് ഓവറോൾ പ്രോഫിറ്റിലെത്തണമെങ്കിൽ നമ്മൾ ഇമോഷൻസിൻ്റെ പേരിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഒഴിവാക്കിയിട്ട് നമ്മുടെ പ്ലാൻ പ്രകാരമുള്ള ഡിസിഷൻസ് മാത്രം എടുക്കേണ്ടി വരും. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ട്രേഡിംഗ് വീഡിയോസിൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് വിചാരിച്ച്. കാരണം ഇതൊക്കെയാണ് ശരിക്കും ആൾക്കാർക്ക് അറിയേണ്ടത്. മീൻസ് ഇതൊക്കെ ക്ലിയർ ചെയ്താലേ നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകാൻ കഴിയില്ല. സ്ട്രാറ്റജി പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ പുറത്ത് ഏതൊരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു എൻട്രി എക്സിറ്റ് എന്നുള്ള അപ്പുറത്തേക്ക് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ട്രേഡിങ്ങിന് ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ സ്ട്രാറ്റജി പഠിക്കാനോ എൻട്രി എടുക്കാനോ എക്സിറ്റ് അടിക്കാനോ അല്ല. ഈ എൻട്രീൻ്റെ എക്സിറ്റിൻ്റെ ഇടയിലുള്ള ഇമോഷൻ, അല്ലെങ്കിൽ എൻട്രി വരാതെ പോകുന്ന സമയത്തുള്ള ഇമോഷൻസ്, അങ്ങനെയുള്ള ഓരോ ഇമോഷൻസൊക്കെ ആണ് ട്രേഡിങ്ങിൽ നമ്മൾ മാസ്റ്റർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ട്. ഓക്കെ, സോ ഇന്ന് ഈ ഒരു സംഭവമായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അത് ഞാൻ അതേമാതിരി ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ മുതലുള്ള ഓരോ വീഡിയോസിലും ഇതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രേഡ് പ്ലാൻ എങ്ങനെയൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതും എൻ്റെ ഉള്ളിൽ എന്തെല്ലാം തരത്തിലുള്ള ഇമോഷൻസ് വരുന്നുണ്ടെന്നുള്ളതും അത് ഞാൻ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, മാർക്കറ്റൊക്കെ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. നമുക്ക് വേറെ ട്രേഡ്സ് ഒന്നും ഇല്ലേനി. ആ 2 ട്രേഡ്സുകളിലും ടോട്ടൽ നമ്മളെ പ്രോഫിറ്റ് ഓൾമോസ്റ്റ് 10,000 റുപ്പീസാണെന്ന് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ട്രേഡ് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. ഈ ഒരു റേഞ്ചിലാണ് ഇനി അത് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത്. ഈ ഒരു ലെവലെന്ന് പറഞ്ഞത് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ലെവലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ നിന്ന് താഴേക്ക് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ലെവലാണ്. അവിടെ അപ്പ് സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു ലെവലാണ്. അവിടുന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് എൻട്രി ഒന്നും കിട്ടിയില്ല. 1 മിനിറ്റിൽ പ്രോപ്പർ എൻട്രി ഒന്നും അവിടുന്ന് വന്നില്ല. ഈ ഒരു ഏരിയയിലൊന്നും പ്രോപ്പർ എൻട്രി വന്നില്ല. ഇനി എൻട്രി ഒരു എൻട്രി ഈ ഒരു ക്യാൻഡലിൽ വേണമെങ്കിൽ ഒരു എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ എൻട്രി വന്നാലും ഇല്ലെങ്കിലും എന്തായാലും ഞാൻ എൻട്രി എടുക്കില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പ്രോപ്പർ ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ എൻട്രി എടുക്കുന്നത് വളരെ കുറവാണ്. വളരെ റെയറായിട്ട് മാത്രമേ എടുക്കുള്ളൂ. എടുക്കാമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുമായിരുന്നു. പക്ഷേ എൻട്രി എടുത്തില്ല. ഇന്നത്തെ പ്ലാനിനനുസരിച്ചിട്ട് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഇന്നത്തെ പ്ലാനിൽ മൂന്നാമത് ഒരു ടാർഗറ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് ഒരു ട്രേഡ് ഇല്ലേനി. അതുകൊണ്ട് എൻട്രി എടുത്തില്ല. ഓക്കെ, സോ അത്രയൊക്കെ ഉള്ളൂ ഈ ട്രേഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പം പറയുന്ന സ്റ്റൈലിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഇമോഷൻസിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ട്രേഡിൻ്റെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതൊക്കെ അങ്ങനെയുള്ള വീഡിയോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ജസ്റ്റ് ട്രേഡ് ഇവിടുന്ന് എടുത്ത് ഇവിടെ എക്സിറ്റ് ചെയ്യുന്നുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് മാത്രം കാണിക്കുന്നതാണോ ഉള്ളത്. അങ്ങനെ കൂടുതൽ കമൻറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രീതിയിൽ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ട് എല്ലാ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.